ഞാൻ പറയുന്ന ദൈവം, നിങ്ങൾ പല പേരിട്ട് വിളിക്കുമായിരിക്കും, ഞാൻ പറയുന്ന ദൈവം പ്രകൃതിയാണ്. ഈ പ്രകൃതി എന്ന ദൈവം കൂടെ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റൂ. പ്രകൃതിയാകുന്ന ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ സ്റ്റേജിൽ നമ്മൾ എത്ര സ്കിൽഡ് ആണെങ്കിലും, ഇതിൽ നിന്ന് മാത്രമല്ല എവിടെയും നമ്മളുടെ ടാലൻറ്റ് പ്രകടിപ്പിക്കണമെങ്കിൽ നമുക്കൊരു അനുഗ്രഹം കൂടെ വേണം. ആ അനുഗ്രഹം എങ്ങനെയാണ് കിട്ടുന്നതെന്നറിയോ? ഏത് പ്രോഗ്രാമിൻ്റെ അന്നും ആ പ്രോഗ്രാമിന് കയറുന്നതിന് മുന്നേ ഇന്നും എന്നെ മേക്കപ്പ് ചെയ്ത അബ്ബാസും ടീമും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ മതി, അവരിത് ചെയ്യാൻ ഒരു 1/4 മണിക്കൂറത്തെ പണിയായി കാണുന്നത് കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ണടച്ചവിട്ടിരിക്കുകയായിരിക്കും. എന്താണ് എൻ്റെ ആ സമയത്തെ ജോലി? ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? നന്ദി പ്രകടിപ്പിക്കുകയാണ്. ജോബി സാറേ, നമ്മളെ ഇന്നത്തെ ആ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനുള്ള നിലയിലേക്ക് ഉയർത്തിയ എല്ലാവരോടും ഉള്ള ഒരു നന്ദി മനസ്സുകൊണ്ട് രേഖപ്പെടുത്തിയിട്ട് സ്റ്റേജിലോട്ട് കയറിയാലുണ്ടല്ലോ, മറ്റേ സാധനം നമ്മുടെ കൂടെ നിൽക്കും. നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എടുത്തിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി, മനസ്സിലായല്ലോ? അതോടുകൂടി നമ്മൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ പിന്നെ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. എന്താ വേണ്ടേ? എന്ത് ആറ്റിറ്റ്യൂഡാണ് വേണ്ടേ പ്രിൻസ? ആറ്റിറ്റ്യൂഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ വേറൊരു ഫീലായിരിക്കും നമുക്ക്. അപ്പോൾ പിന്നെ അഹങ്കാരമല്ല അവിടെ വരുന്നത്. കാണുന്നവർക്ക് ഈ കോൺഫിഡൻസ് കാണുമ്പോൾ ചിലപ്പോൾ അഹങ്കാരമായിട്ടൊക്കെ തോന്നും. പക്ഷേ നമുക്കറിയാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എടുത്തിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന്. ഈ ക്ലാസ്സിലിരിക്കുന്ന ആരെങ്കിലും പറ, ഞാൻ അഹങ്കാരിയാണോ? പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നും ഈ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡിനോടൊപ്പം ഗ്രാറ്റിറ്റ്യൂഡും കൂടെ ഉണ്ട്, നന്ദിയും കൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഒരു അഹങ്കാരമൊക്കെ ആയിട്ട് തോന്നും. മറ്റേതാണ് നിൽക്കുന്നതെങ്കിൽ അതിലൊരു ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്പീക്കർക്ക് എന്താ സംഭവിക്കുന്നതെന്നറിയോ റോയ് ചേട്ടാ? നമ്മൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ സംഭവിക്കേണ്ടത് ഇതാണ്. ഇത് നിങ്ങളൊരു നല്ല സ്പീക്കർ ആവുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എങ്ങനെയാണ് ഈ നല്ല സ്പീക്കേഴ്സ് സംസാരിക്കുന്നത്, ഈ ഫ്ലുവൻ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഇല്ലാതെ ഇടതടവില്ലാതെ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രകൃതിയിൽ നിന്ന് ഒരു വെളുത്ത പ്രകാശം നമ്മളിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇതൊരു എനർജി ഫ്ലോയാണ്. ഈ ഫ്ലോ ഓഫ് എനർജിയാണ് നമ്മളിലേക്ക് അടുത്ത പോയിന്റുകളും ഈ കണക്ടിവിറ്റിയും ഈ എനർജിയും അന്നത്തെ ദിവസത്തിൻ്റെ എല്ലാം തന്നെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു വൈറ്റ് ലൈറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ മീ ടു യു. എന്നിൽ കൂടി നിങ്ങളിലേക്ക് ആ വെളുത്ത പ്രകാശം ഇറങ്ങി വരികയാണ്. ഞാൻ പറയാറില്ല ക്ലാസ്സിൽ എപ്പോഴും, ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നാൽ, ഒരു ഡിസ്ട്രാക്ഷൻ വന്നാലും ഞാൻ ഭയങ്കരമായിട്ട് ദേഷിക്കും. ഞാൻ ക്ലാസ് അവിടെ വെച്ച് നിർത്തും. അത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ ഞാൻ തുടരത്തുള്ളൂ. വൈ? അത് കട്ടാവും. ഡിസ്ട്രാക്ഷൻ വരുമ്പോൾ ഇത് കട്ടാവും. ഇത് കട്ടായാൽ ഫ്ലോയെ ബാധിക്കും. ആർ യു വിത്ത് മീ? ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഒരു പവർ മൂവ് എടുത്തിട്ടും കാര്യമില്ല. യു ഹാവ് ടു ഡു ഇറ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. എഴുന്നേറ്റ് ബി വെരി സീരിയസ്. നമ്മളെ ഇന്ന് ഇവിടെ വരെ എത്തിച്ചതിൽ ഒരു നിമിഷത്തേക്കൊന്ന് കണ്ണടയ്ക്കുക. നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരോടൊക്കെ കടപ്പാടുകളുണ്ടോ? ആരോടൊക്കെ നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാനുണ്ടോ? അടുത്ത 1 മിനിറ്റിൽ ആ ആളുകളുടെ മുഖം മനസ്സിലേക്ക് ഓടി വരണം. അച്ഛനമ്മ തൊട്ട് ഭാര്യ മക്കൾ തൊട്ട് സഹോദരങ്ങൾ തൊട്ട് നമ്മളെ ഇവിടേക്ക് ഈ ഇന്നത്തെ നിലയിലേക്ക് എത്താൻ സഹായിച്ച എല്ലാവരെയും മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇനി മനസ്സിൽ പറയുക, അറിഞ്ഞോ അറിയാതെയോ ഞാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്നെ ഇന്നത്തെ ഞാനാക്കാനായിട്ട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്നെ സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി, നന്ദി, നന്ദി.